ഉണ്ട്. ഇതെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ന്യായവിധിയുണ്ട്. മരിച്ചവർ ആബാലവൃദ്ധം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്തോത്രം. അപ്പം എന്തു ചെയ്യും? ഈ മരണം നമുക്കൊരു ബോധം തന്നുകൊണ്ടിരിക്കും. നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ബോധം, സ്തോത്രം, ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ സ്തോത്രം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ പറയട്ടെ, ദൈവം ഇതില്ലേ. സ്തോത്രം. ഞാൻ പല സമയങ്ങളിലും ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. ഞാൻ അന്നേരം ചെല്ലുമ്പോൾ പ്രാർത്ഥന, അവരെ രക്ഷയുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് സുവിശേഷം പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട്, സ്തോത്രം, സ്നാനപ്പെടാൻ പറ്റത്തില്ലല്ലോ ലാസ്റ്റ് മിനിറ്റിൽ, സ്തോത്രം, അവർ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്ന ന്യൂസ് മരിച്ചു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ എന്ത്? സ്തോത്രം, അവർക്ക് നിത്യതയിൽ നിത്യജീവനുള്ളൊരു അവകാശിയായിട്ട് അങ്ങ് മാറി. ദൈവത്തിലെ മരണം നമ്മെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം കണക്ക് തീർക്കണം. അപ്പോൾ മരണം ആരാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാണ്. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാണ്. കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കണക്ക് തീർക്കുമ്പോൾ എൻ്റെ കരം ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ് ദൈവം എന്തുദ്ദേശിക്കുന്നു അത് നമ്മുടെ കുടുംബത്തിൽ തികച്ചെടുക്കുവാൻ, നമ്മുടെ സഭ മുഖാന്തരം തികച്ചെടുക്കുവാൻ, നമ്മായിരിക്കുന്ന ഭൗതിക തലത്തിൽ തികച്ചെടുക്കുവാൻ ഒരു നിമിഷം കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കും.